മഹാത്മാഗാന്ധിയാണ് നമ്മൾ ഈ വീഡിയോയിൽ വരക്കുന്നത്. നമുക്കറിയാം ആരായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന്, അല്ലേ? 1869 ഒക്ടോബർ 2 അദ്ദേഹം നമ്മുടെ ഈ ഇന്ത്യയിൽ ജനിച്ചു. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്തറിലാണ് അദ്ദേഹം ജനിച്ചത്, അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഗാന്ധിജിയെ നമുക്ക് ഈ വീഡിയോയിൽ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയാണ് എളുപ്പത്തിൽ വരക്കാനുള്ള ഒരു മാതൃകയാണ് ടീച്ചർ ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെയാണ് ലോകമെമ്പാടും ഗാന്ധിജി ശ്രദ്ധേയനായത്. കൂട്ടുകാരെ, നമ്മളും അഹിംസ മാർഗമായി സ്വീകരിക്കണം, അല്ലേ? അപ്പോൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും വരക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമുക്കറിയാം, മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ, അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സാന്നിധ്യമാണ് വ്യക്തമാക്കുന്നത്. കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ദാർശനികനായും ഗാന്ധി ലോകമെമ്പാടും അറിയപ്പെടുന്നു. അദ്ദേഹം എപ്പോഴാണ് മരിച്ചത്? 1948 ജനുവരി 30 അല്ലേ? ഡൽഹിയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹം കൊലപാതകമായിരുന്നു, അല്ലേ? അദ്ദേഹത്തിന് ഒരാൾ കൊന്നതാണ്. ഓക്കെ. പിന്നെയോ അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് രാജ്ഘട്ടിലാണ്. അതൊക്കെ ഓർമ്മിച്ച് വെക്കുക. ബാപ്പു എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗാന്ധി ജയന്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ, അല്ലെ, ഗാന്ധി ക്വിസൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് ചോദിക്കും, അല്ലേ? അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിലുണ്ടായിരുന്ന കാലത്ത് നമ്മളെ അടിമത്തത്തിലാക്കിയ അവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എത്രമാത്രം യാതനകൾ അനുഭവിച്ചാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത്, അല്ലേ? അദ്ദേഹം ഒരു വക്കീലായിരുന്നു കേട്ടോ, അഭിഭാഷകനായിരുന്നു. അദ്ദേഹം ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം എന്തിനായിരുന്നു പോയത്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി എന്നാണ്. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നു, അല്ലേ? ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ് എന്നീ പറയുന്ന 4 മക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരും അതുപോലെ തന്നെ അമ്മയുടെ പേരൊക്കെ ഓർമ്മിച്ച് വെക്കുക. കരംചന്ദ് ഗാന്ധിയും പുത്ലിബായും, അല്ലേ? അപ്പോൾ അതൊക്കെ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.